കഴിഞ്ഞ വർഷം റമദാനിൽ പള്ളിക്ക് വന്നതിന് ശേഷം ഈ വർഷം പള്ളിക്ക് വന്നവരുണ്ടാകാം. അല്ലെങ്കിൽ സ്ഥിരമായി പള്ളിക്ക് വരാത്തവൻ ഈ റമദാൻ തുടക്കത്തിൽ പള്ളിക്ക് വന്നവരുണ്ടാകാം. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ മറ്റു 11 മാസങ്ങളിലും പള്ളിക്ക് വന്ന് ഇബാദത്തിലായി ഏർപ്പെട്ടവർ ഈ പുതുതായി പള്ളിക്ക് വരുന്ന ആളെ ഒരു പരിഹാസത്തിന്റെ നോട്ടം നോക്കാറുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേർ സ്ഥിരമായി പള്ളിക്ക് വരുന്ന രണ്ടുപേര് ചർച്ച ചെയ്യും, അതാ പുതിയ ആൾ വന്നല്ലോ, എന്താ ഈ വഴിക്കൊക്കെ, നിനക്കൊക്കെ ഇങ്ങോട്ടുള്ള വഴി അറിയുമോ തുടങ്ങിയ പരിഹാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, മറ്റു 11 മാസവും ചെയ്ത ആ ഇബാദത്തുണ്ടല്ലോ, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ ഈ ഒരു വാക്കോ ഈ ഒരു പരിഹാസമോ മാത്രം മതിയാകും. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് അത് നേരെ ലഭിക്കുക അവനിക്കായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ പള്ളിക്ക് വരുന്നവരെ പരിഹസിക്കാനോ അവരെ പിന്തിരിപ്പിക്കാനോ നോക്കരുത്. കാരണം അത് നമുക്ക് തന്നെയാണ് നഷ്ടം. അവൻ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പള്ളിക്ക് പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം വീടുകളിൽ നിസ്കരിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നമുക്കൊന്നും കാണാതെ രാത്രി സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം. ഇതൊക്കെ നാം കാണാതെ അവൻ പള്ളിക്ക് പോകാത്തവനാണ്, നിസ്കരിക്കാത്തവനാണ് എന്നൊരിക്കലും മുദ്ര കുത്തരുത്. അവനെ പരിഹസിക്കുന്ന വാക്കുകളെ കൊണ്ട് ഒരിക്കലും അവനെ പിന്തിരിപ്പിക്കരുത്. ഒരാൾക്ക് തന്റെ തെറ്റുകൾ തിരുത്താനും അള്ളാഹുവിലേക്ക് മടങ്ങാനും ഏറ്റവും വലിയ ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ മാസം. ആ മടക്കത്തിനെ തടസ്സപ്പെടുത്താനോ അവനെ നിരാശപ്പെടുത്താനോ നമുക്ക് ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. അവരെ പരിഹസിക്കുന്നതിന്റെ പകരം അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുക, നല്ല വർത്തമാനങ്ങൾ അവരോട് പറയുക. ഈ റമദാൻ മാസം അവരുടെ മാറ്റത്തിന് ഇത് കാരണമാകട്ടെ.